ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിനകത്തുള്ള നമ്മുടെ ബിസിനസ് റീകൺസ്ട്രക്ഷനകത്ത് കയറി വരുന്ന സെക്കൻഡ് പാർട്ട്. അമാൽഗമേഷൻ കഴിഞ്ഞു. ദ സെക്കൻഡ് പാർട്ട് ഈസ് കോൾഡ് ഡീമർജർ. നിങ്ങൾക്ക് അറിയാം ഡീമർജർ എന്താണെന്ന് വെച്ചാൽ അല്ലേ? സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അമാൽഗമേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡീമർജർ. അതായത് രണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോവാം, ഒരു കമ്പനീനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. ഇറ്റ്സ് കോൾഡ് ഡീമർജർ. പക്ഷേ അത് മാത്രമല്ല ഡീമർജർ. ഡീമർജർ എന്ന് പറയുന്ന കാര്യത്തിനകത്ത് പല കാര്യങ്ങളും പല കണ്ടീഷൻസ് കയറി വരുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു തെറ്റിദ്ധാരണ മനസ്സിലായാൽ മാത്രമേ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഡീമർജർ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് 2 ഡിവിഷൻ ഉണ്ടായിരുന്നു, അതിനകത്തുള്ള ഒരു ഡിവിഷൻ നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, അത് മാത്രമല്ല ആഫ്റ്റർ ഡീമർജർ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നതും ഒരേ ആൾക്കാർ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എ ബി ലിമിറ്റഡ്, ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, സപ്പോസ് നിങ്ങളൊരു എ ബി ലിമിറ്റഡിൻ്റെ ഷെയർ ആണ് വാങ്ങിച്ചത് എന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് ബിഫോർ ഡീമർജർ നിങ്ങൾ എ ബി ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡർ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ എ ബി ലിമിറ്റഡ് ഡീമർജർ ചെയ്ത് ബി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കമ്പനിയായിട്ട് ചേർന്നു, അല്ലെങ്കിൽ ബി സി ലിമിറ്റഡ് എന്ന് പറയുന്നവരായി. ദാറ്റ് മീൻസ് ഇപ്പോൾ എ മാത്രമായി ബി പോയിട്ട് അല്ലെങ്കിൽ ബി ഡീമർജർ ചെയ്ത് ബി സി എന്ന് പറയുന്ന ഒരു ഡിവിഷനായി അല്ലെങ്കിൽ ഒരു കമ്പനിയായി എന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത് കമ്പനിയുടെ ഷെയർസ് ആയിരിക്കും ഉണ്ടാവണേ? ആലോചിച്ച് നോക്കി. നിങ്ങൾ പർച്ചേസ് ചെയ്തത് എ ബി ലിമിറ്റഡിൻ്റെ ഷെയർസാണ് അല്ലേ? എ ബി ലിമിറ്റഡ് നിങ്ങളുടെ അനുവാദത്തോടു കൂടി തന്നെ ഇത് ഡീമർജറായി സ്പ്ലിറ്റ് ആയി പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 2 കമ്പനികളായി, ഒന്ന് എയും പിന്നെ ഒന്ന് ബി സിയും ആയിട്ട് ജോയിൻ ചെയ്ത് ബി സി ആയി. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കമ്പനിയുടെ ഷെയർ ആയിരിക്കും? എയുടെ ആയിരിക്കുമോ അതോ ബി സിയുടെ ആയിരിക്കുമോ? ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ട തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് 2 കമ്പനിയുടെയും ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്മൾ. മനസ്സിലായോ? ഓക്കെ, അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ ബേസ്. അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിരുന്നാലേ നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് എ ബി ലിമിറ്റഡിൻ്റെ ഷെയർസ് ആണ് നിങ്ങൾ വാങ്ങിച്ചത്. ഇത് ഡീമർജർ സംഭവിച്ചു എന്ന് വിചാരിച്ചത് കൊണ്ട് നിങ്ങൾ എയിലോട്ടോ ബിയിലോട്ടോ മാത്രമായിട്ടല്ല പോകുന്നത്. കുറേ ഷെയർ ഹോൾഡേഴ്സ് ഇതിലോട്ടും കുറേ ഷെയർ ഹോൾഡേഴ്സ് അതിലോട്ടും, അങ്ങനെ ഒരു കോൺസെപ്റ്റിനകത്തല്ല കാര്യങ്ങൾ പറയണേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 കമ്പനിയുടെ ഷെയർസ് ഉണ്ട്. മനസ്സിലായി? സോ ഡീമർജർ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് അണ്ടർടേക്കിംഗ് ആണ്. ദാറ്റ് മീൻസ് ഒരു കമ്പനിയുടെ ഒരു സെപ്പറേറ്റ് അണ്ടർടേക്കിങ്ങിനെ വേറൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരു സ്ഥാപനമായിട്ട് മാറ്റുന്നു. ഇറ്റ്സ് കോൾഡ് ഡീമർജർ. അവിടെ ഈ പറയുന്നത് പോലെ എയും ബിയും കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു പാർട്ട് തന്നെ ഇല്ലാതെ ആവണം, അങ്ങനെയൊന്നുമില്ല. എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു അണ്ടർടേക്കിംഗ് ഉണ്ട്. ആ അണ്ടർടേക്കിങ്ങിനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡീമർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഓഫ് ചെയ്യുന്നു. ഇറ്റ്സ് കോൾഡ് ഡീമർജർ. പക്ഷേ അതിനകത്ത് ഡീമർജർ ആണെന്ന് പറയണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസും കൂടെ നമ്മളോട് പറയുന്നുണ്ട്. The first one, all assets and liabilities are transferred. That means all assets and liabilities of the undertaking. Okay, important ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വേർഡാണ്. All assets and liabilities of the undertaking being transferred by the demerged company immediately before the demerger becomes the asset and liabilities of the resulting company. അവിടെ അമാൽഗമേറ്റിംഗ് കമ്പനിയും അമാൽഗമേറ്റഡ് കമ്പനിയും ആയിരുന്നെങ്കിൽ ഇവിടെ അത് മാറി, ഇവിടെ ഇല്ലാതെ ആകുന്നതിനെ നമുക്ക് ഡീമർജേർഡ് കമ്പനി എന്നും, ഓക്കെ, പുതിയതായിട്ട് ഉണ്ടാവുന്നതിനെ നമുക്ക് എന്ത് കമ്പനി എന്നും പറയാം? റിസൾട്ടിംഗ് കമ്പനി എന്നും പറയാം. മനസ്സിലായി? സോ നോക്കേ, ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ അണ്ടർടേക്കിംഗ്, ഏത് അണ്ടർടേക്കിംഗ് ആണോ ഇല്ലാതെയായി പുതിയൊരു റിസൾട്ടിംഗ് കമ്പനി ഉണ്ടാവുന്നത്, ഓക്കെ, ബീങ് ട്രാൻസ്ഫേർഡ് ബൈ ദ ഡീമർജേർഡ് കമ്പനി ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഡീമർജർ ബിക്കംസ് ദ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ റിസൾട്ടിംഗ് കമ്പനി. മനസ്സിലായി? കണ്ടീഷൻ നമ്പർ 1. ആൻഡ് കണ്ടീഷൻ നമ്പർ 2, ട്രാൻസ്ഫർ അറ്റ് ബുക്ക് വാല്യൂ. അതായത് ഈ പറയുന്ന അണ്ടർടേക്കിങ്ങിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതിനെ ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് വാല്യൂ തന്നെ ആയിരിക്കണം. ദാറ്റ് മീൻസ് ആ അണ്ടർടേക്കിങ്ങിനകത്ത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റും ലയബിലിറ്റീസും ഏത് വാല്യൂ തന്നെ ആയിരിക്കണം? ബുക്ക് വാല്യൂ തന്നെ ആയിരിക്കണം. ചില ക്വസ്റ്റ്യൻസിനകത്ത് അങ്ങനെ തരാറുണ്ട്. അറ്റ് ദ ടൈം ഓഫ് ഡീമർജർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ വാല്യൂ, അസറ്റിന്റെ ലയബിലിറ്റീസിന്റെ വാല്യൂ എന്ന് പറയുന്ന സാധനം നമ്മൾ റീവാല്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കേ, എനി ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ്, ഓക്കെ, കോൺസിക്വന്റ് ടു ദയർ റിവാലുവേഷൻ ഷാൾ ബി ഇഗ്നോർ. സോ ഏതെങ്കിലും തരത്തിലുള്ള അസറ്റിനോ ലയബിലിറ്റിനോ റിവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇഗ്നോർ ചെയ്യുക, അതിനെ അങ്ങ് വേണ്ടാന്ന് വെക്കുക. ആൻഡ് ദ തേർഡ് വൺ, കൺസിഡറേഷൻ ഇൻ ഷെയർസ്. That means resulting company issues in consideration of the demerger its shares to the shareholders of the demerged company on a proportionate basis, except where the resulting company itself is a shareholders of the demerged company. മനസ്സിലായി? എങ്ങനെയായിരുന്നു? Except where the resulting company itself the shareholders of the demerged company. That means ഈ resulting company already demerged companyയുടെ shareholder ആയിരുന്നു എന്ന് വിചാരിക്കുക. അവർക്ക് ഇഷ്യൂ ചെയ്യേണ്ട, അതല്ലാതെ ബാക്കി വരുന്ന എല്ലാ ഡീമർജേർഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എന്ത് തന്നെ ആയിരിക്കണം? റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ തന്നെ ആയിരിക്കണം. ഒരിക്കൽ കൂടെ വായിക്കാം, ശ്രദ്ധിച്ചോ.
resulting company issues in consideration of the demerger its shares to the shareholders of the demerged company on a proportionate basis. മനസ്സിലായി? ആ പ്രൊപ്പോർഷനേറ്റ് ബേസിനകത്ത് റിസൾട്ടിംഗ് കമ്പനി ഡിമർജേർഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ഇഷ്യൂ ചെയ്യണം? ഈ പറയുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്യണം. എക്സെപ്റ്റ് വേർ ദ റിസൾട്ടിംഗ് കമ്പനി ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ഡിമർജേർഡ് കമ്പനി. അതായത് ഡിമർജേർഡ് കമ്പനി അല്ലെങ്കിൽ ഡിമർജർ എന്ന് പറയുന്ന സാധനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിമർജേർഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിരുന്നു റിസൾട്ടിംഗ് കമ്പനി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടിംഗ് കമ്പനിക്ക് അഗൈൻ എന്ത് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല? ഷെയർ ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ദ നെക്സ്റ്റ് കണ്ടീഷൻ, കോമൺ ഷെയർ ഹോൾഡേഴ്സ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ ഡിമർജർ ഒരു 75% ഇൻ വാല്യൂ പറയുന്നുണ്ട്. മനസ്സിലായി? കോമൺ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം. Okay, shareholders holding not less than 75% in value of the shares in the demerged company before the demerger or by a nominee for the resulting company become the shareholders of the resulting company or companies. Okay, അവിടെ പറഞ്ഞ അതേപോലെ തന്നെ മനസ്സിലായി? അതായത് അമാൽഗമേഷനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് പറയണേ. ആഫ്റ്റർ ഡിമർജർ ഈ പറയുന്നത് പോലെ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഏതിൻ്റെയാ? ഈ പറയുന്ന ഡിമർജേർഡ് കമ്പനിക്കകത്ത് ഉണ്ടായിരുന്ന 75% ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും ഏതിനകത്തോട്ട് എടുത്തിരിക്കണം? റിസൾട്ടിംഗ് കമ്പനിയിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഡിമർജേർഡ് കമ്പനി ഇനി ഇല്ല, പകരം റിസൾട്ടിംഗ് കമ്പനിയായി. സോ ഡിമർജേർഡ് കമ്പനിക്കകത്ത് ഉണ്ടായിരിക്കുന്ന 75% ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും ഏതിൻ്റെയും കൂടെ ആയിരിക്കണം? ഈ പറയുന്നത് പോലെ റിസൾട്ടിംഗ് കമ്പനിയുടെ കൂടെ ആയിരിക്കണം. ആൻഡ് ഗോയിങ് കൺസേൺ, ട്രാൻസ്ഫർ ഓഫ് ദ അണ്ടർടേക്കിംഗ് ഈസ് എ ഗോയിങ് കൺസേൺ ബേസിസ്. അതായത് ഇങ്ങനെ ഒരു അണ്ടർടേക്കിംഗ് വിൽക്കുന്നത് തന്നെ ഏതിനു വേണ്ടിയിട്ടായിരിക്കണം? ഗോയിങ് കൺസേൺ ബേസിസിനകത്തായിരിക്കണം. ദാറ്റ് മീൻസ് ഈ അണ്ടർടേക്കിംഗ് എടുത്ത് വെക്കുന്നത് കൊണ്ട് റിസൾട്ടിംഗ് കമ്പനി ആ ബിസിനസ് ജോയിൻ ചെയ്യും അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം. മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ, അതർ സ്പെസിഫൈഡ് കണ്ടീഷൻസ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, സെൻട്രൽ ഗവൺമെന്റ് ഇൻ ഇറ്റ് ബിഹാഫ് പറയുന്ന സ്പെസിഫൈഡ് കണ്ടീഷൻസും കൂടെ ഫോളോ ചെയ്യണം. സോ ഒന്നിനെ ഒരു അണ്ടർടേക്കിങ്ങിനെ വേറൊരു അണ്ടർടേക്കിംഗ് ആയിട്ട് ഏറ്റെടുത്ത് ഡിമർജർ എന്ന് പറയുന്ന ഒരു സാധനം സംഭവിക്കണമെങ്കിൽ അതിനകത്ത് പറയുന്ന കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? എല്ലാ അസറ്റും ലൈബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുന്നത് ബുക്ക് വാല്യൂ തന്നെ ആയിരിക്കണം. കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നത് ഷെയർസ് ആയിരിക്കണം. അല്ലേ? 75% ഇൻ വാല്യൂ, 75% നമ്പർ ഓഫ് ഷെയർസ് അല്ല കേട്ടോ പറയണേ. 75% ഷെയർസ് ഇൻ വാല്യൂ എങ്കിലും എന്തായിരിക്കണം? കോമൺ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം. ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സാധനം ഫോളോ ചെയ്യണം. സിറ്റുവേഷൻ മനസ്സിലായി? ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? ഈ പറയുന്ന പോലെ ഡിമർജർ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഇനി ഇതിനകത്ത് കുറച്ച് ടാക്സ് പോയിന്റ്സും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോക്കാനാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അണ്ടർടേക്കിംഗ് ഷാൾ ഇൻക്ലൂഡ് എനി പാർട്ട്. അതായത് നമ്മളവിടെ അണ്ടർടേക്കിംഗ് എന്താണെന്ന് പറഞ്ഞു അല്ലെ? ഒരു അണ്ടർടേക്കിംഗ് മാറ്റുന്നതിനെയാണ് നമുക്ക് വേണമെങ്കിൽ ഡിമർജർ എന്ന് പറയാം എന്നാണ് പറഞ്ഞത്. സോ അണ്ടർടേക്കിംഗ് എന്താണെന്നാണ് പറഞ്ഞത്? അണ്ടർടേക്കിംഗ് ഷാൾ ഇൻക്ലൂഡ് എന്താ? എനി പാർട്ട് ഓഫ് ആൻ അണ്ടർടേക്കിംഗ്, ഓക്കെ, ഓർ എ യൂണിറ്റ് ഓർ ഡിവിഷൻ ഓഫ് ദ അണ്ടർടേക്കിംഗ് ഓർ എ ബിസിനസ് ആക്ടിവിറ്റി ടേക്കൺ ആസ് എ ഹോൾ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഡിമർജേർഡ് കമ്പനിയുടെ ഒരു പ്രോപ്പർ ബിസിനസ് ഫുള്ളായിട്ട് തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കുന്നു. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽ അസറ്റ്സ് ഓർ ലൈബിലിറ്റീസ് ഓർ എനി കോമ്പിനേഷൻ ദെയറോഫ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ബിസിനസ് ആക്ടിവിറ്റി. ബിസിനസ്സുമായിട്ട് ഒരു റിലേഷനും ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസേണിനകത്തെ അല്ലാതെ ചുമ്മാ കുറച്ച് അസറ്റും ലൈബിലിറ്റീസും മാത്രം സെയിൽ ചെയ്യുന്നതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല? ഡിമർജറായിട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? സോ ഒരു അണ്ടർടേക്കിംഗ് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിങ്ങിന്റെ പാർട്ട് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താ ബിസിനസ് ആക്ടിവിറ്റി ആസ് എ ഹോൾ, ഒരു ബിസിനസ് ആക്ടിവിറ്റിനെ മൊത്തമായിട്ട് സെയിൽ ചെയ്യുക. ഇതിനെ നമുക്ക് എന്ത് തന്നെ പറയാം? ഫോർ ദ പർപ്പസ് ഓഫ് ഡിമർജർ അണ്ടർടേക്കിംഗ് എന്ന് തന്നെ വേണമെങ്കിലും പറയാം. And the second point, the liability referred above shall include. ഇവിടെ നോക്കിയേ, not include individual assets and liabilities എന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ട്. The liabilities which arise out of the activities or operation of the undertaking. അതായത് ലൈബിലിറ്റീസ് എന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസറ്റും ലൈബിലിറ്റീസും എന്നുള്ള കേസ് പറഞ്ഞായിരുന്നു അല്ലേ? അവിടെ the liabilities which arise out of the activities or operation of the undertakings. And second one, the specific loans or borrowings. Specific loans or borrowings raised, incurred and utilized slowly for the activities or operation of the undertakings. ആ അണ്ടർടേക്കിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഏറ്റെടുത്തിരിക്കുന്ന ബാധ്യതകൾ. And the third one, in case of a general borrowings. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇത് നോക്കിയേ, general or multi-purpose borrowing of the demerged company into book value of assets transferred in the demerger divided by total book value of assets before demerger. മനസ്സിലായി? ഞാൻ പറയുന്ന കാര്യം മനസ്സിലായല്ലോ? ഒരു അസറ്റും ലൈബിലിറ്റീസും അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ് ആണ് നമ്മൾ വിൽക്കണേ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ് മാറിയിട്ടാണ് നമുക്ക് എന്തുണ്ടാവണേ? ഒരു റിസൾട്ടിംഗ് കമ്പനി ഉണ്ടാവണേ എന്ന് വിചാരിക്കുക. ആ അണ്ടർടേക്കിങ്ങിനകത്ത് അസറ്റും ലൈബിലിറ്റീസും ഉണ്ടാവും അല്ലേ? അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ആ ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ പറയുന്നത് പോലെ എ ബി ആയിരുന്നു. ഇതിനകത്ത് ബി മാത്രം സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് ഇപ്പൊ ബി സി എന്ന് പറയുന്ന ഒരു ഫേമായി. സോ ഇവിടെ നോക്കി, നിലവിൽ എ ബി ആണ്.
സോ ഇവിടെ ബി മാത്രം പോകുമ്പോൾ ബിയുടെ ലൈബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് അറിയണം. വേണ്ടേ? ബി എന്ന് പറയുന്ന അണ്ടർടേക്കിങ്ങിന്റെ ലൈബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് അറിയണം. അതിനാണ് നമ്മൾ ഇവിടെ ആദ്യത്തെ പറഞ്ഞത് എന്താ, ദ ലൈബിലിറ്റീസ് വിച്ച് അറൈസ് ഔട്ട് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻ ഓഫ് ദ അണ്ടർടേക്കിംഗ്. ഈ ബിയുടെ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കയറി വരുന്ന ലൈബിലിറ്റീസ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഏതിനു വേണ്ടി മാത്രം? സ്പെസിഫിക് ബോറോയിങ്സ് ആണ്. എ ബി എന്ന് പറയുന്നതിന്റെ ബോറോയിങ്സ് ആണെങ്കിലും ഫോർ ദ ഓൺലി പർപ്പസ് ഓഫ് ബി. സോ അങ്ങനെയുള്ള ലൈബിലിറ്റീസ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ജനറൽ പർപ്പസ് ലോൺ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ബോറോയിങ്സ് ആണ്. അതായത് ഒരു 5 ലക്ഷം രൂപ കടമെടുത്തു. ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് എക്കും ബിക്കും കൂടെയുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കിയേ, 5 lakh ഇൻറ്റു, അതായത് ജനറൽ മൾട്ടിപർപ്പസ് ബോറോയിങ്സ് ഓഫ് ദ ഡീമർജേർഡ് കമ്പനി ഇൻറ്റു ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ടു ദ ഡീമർജർ. ഇപ്പൊ ബി ആണ് പോയേ. ബി പോകുന്ന നേരത്ത് നമുക്കൊരു 15 ലക്ഷത്തിന്റെ ബുക്ക് വാല്യൂ ആണ് പോയിരിക്കണേന്ന് വിചാരിക്കുക. മനസ്സിലായി? ടോട്ടൽ ഒരു 50 ലക്ഷം രൂപയായിരുന്നു എബിയുടെ സിറ്റുവേഷൻ. മനസ്സിലായി? ദാറ്റ് മീൻസ് ഈ 5 ലക്ഷം രൂപ ലൈബിലിറ്റി എയുടെയും ബിയുടെയും ആണ്. ബി മാത്രമായിട്ട് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് 15 ലക്ഷം രൂപയുടെ ബുക്ക് വാല്യൂ ഉണ്ടായിരുന്നു. ഇവിടെ ഈ 50 ലക്ഷം രൂപ ബിഫോർ ഡിമർജർ 50 ലക്ഷം രൂപ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത് ഏതിനുണ്ടായിരുന്നു? എ ബിക്ക് ഉണ്ടായിരുന്നു. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ പറയുന്ന ജനറൽ ലോണിനെ ആർക്ക് വീതിച്ചു കൊടുക്കുക? ഈ പറയുന്ന എക്കും ഈ പറയുന്ന ബിക്കും, അല്ലെങ്കിൽ എബിയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കുക. എന്നിട്ട് അതിനെ മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. അതിനകത്ത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയറി വരുന്നത് ഡിമർജർ എന്താണ്, റിസൾട്ടിങ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മനസ്സിലായി? പിന്നെ പറയുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ഡിമർജർ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസിനകത്തുള്ള റൂൾസും കാര്യങ്ങളെല്ലാം നോക്കണം. സോ നമുക്ക് പഠിക്കേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാ. എന്താണ് ഡിമർജർ? ഓക്കെ. ആ ഡിമർജറിനകത്ത് വരുന്ന 5-6 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അവിടെ അണ്ടർടേക്കിംഗ് എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അണ്ടർടേക്കിംഗ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന നേരത്ത് അസറ്റും ലൈബിലിറ്റീസും കൊടുക്കേണ്ടി വരും. സോ അവിടെ ലൈബിലിറ്റീനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ? സോ ആദ്യം പറഞ്ഞത് നമ്മുടെ ഈ ബി എന്ന് പറയുന്ന അണ്ടർടേക്കിങ്ങിന്റെ മാത്രമായിട്ടുള്ള ഓപ്പറേഷൻസിനകത്ത് കയറി വരുന്ന ലൈബിലിറ്റീസ്, സ്പെസിഫിക് പർപ്പസ് ലൈബിലിറ്റീസ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ബി. പിന്നെ പറഞ്ഞത് ജനറൽ പർപ്പസ് ബോറോയിങ്സ് ആണ്. അവിടെ എന്ത് ചെയ്യണം? ആ ബോറോയിങ്ങിന്റെ എമൗണ്ട് ഇൻറ്റു ടോട്ടൽ അസറ്റ് വാല്യൂ. ഏത് അണ്ടർടേക്കിംഗ് ആണോ പോയത് ആ അസറ്റിന്റെ വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ അണ്ടർടേക്കിങ്ങിന്റെ വാല്യൂ. അതായത് എ ബിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ടോട്ടൽ ലോൺ ഇൻറ്റു ബിയുടെ ടോട്ടൽ അസറ്റ് വാല്യൂ ഡിവൈഡ് ബൈ എബിയുടെ ടോട്ടൽ അസറ്റ് വാല്യൂ. സോ ആ പ്രൊപ്പോർഷൻ നോക്കുക. ആ പ്രൊപ്പോർഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ജനറൽ ലോണിനെ ഓക്കെ ഏതിലോട്ട് സ്പ്ലിറ്റ് ചെയ്യാം? ഈ പറയുന്ന ഡിമർജേർഡ് കമ്പനിയിലോട്ടും റിസൾട്ടിംഗ് കമ്പനിയിലോട്ടും സ്പ്ലിറ്റ് ചെയ്യാം. മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമാൽഗമേഷനകത്ത് പറഞ്ഞതുപോലെ തന്നെ അമാൽഗമേഷന്റെ ടാക്സ് എഫക്ട് എന്തായിരുന്നു? അമാൽഗമേഷൻ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനി അല്ലേ? പിന്നെ പഠിച്ചത് അമാൽഗമേഷൻ ആൻഡ് അമാൽഗമേറ്റിംഗ് കമ്പനി. ആൻഡ് തേർഡ് വൺ അമാൽഗമേഷൻ ആൻഡ് അമാൽഗമേറ്റഡ് കമ്പനി. അതേ എഫക്ട് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഡിമർജർ, ഫസ്റ്റ് വൺ ഡിമർജർ ആൻഡ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഡിമർജേർഡ് കമ്പനി. മനസ്സിലായോ? ഡിമർജർ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഡിമർജേർഡ് കമ്പനി. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഡിമർജർ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ഡിമർജേർഡ് കമ്പനി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വേണം. അതായത് എ ബി ലിമിറ്റഡിന്റെ ഷെയർസ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ 100 ഷെയർ പർച്ചേസ് ചെയ്തായിരുന്നു. മനസ്സിലായോ? പർച്ചേസ് ചെയ്തത് എ ബിയുടെയാണ്. പർച്ചേസ് ചെയ്തത് 20 രൂപയ്ക്കാണ്. ആഫ്റ്റർ ഡിമർജർ നിങ്ങളുടെ കയ്യിൽ എ എന്ന് പറയുന്നതിൻ്റെയും ബി സി എന്ന് പറയുന്ന, ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന ഡിമർജേർഡ് കമ്പനിയുടെയും ബി സി എന്ന് പറയുന്ന റിസൾട്ടിംഗ് കമ്പനിയുടെയും ഷെയർസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. മനസ്സിലായി? അതിന്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കാം. ഇപ്പൊ നോക്കേ, ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ വരുന്ന നേരത്ത് സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതായത് ഈ പറയുന്ന പുതിയ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ഈ റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് അത് അവരുടെ കൺസിഡറേഷൻ മാത്രമായിട്ട് കണക്കാക്കുന്നുള്ളൂ. ആ കൺസിഡറേഷനെ ഒരിക്കലും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണ്ട? ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് 50 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട് അല്ലെ? ആ അസറ്റിൽ നിന്നാണ് 15 ലക്ഷം രൂപയുടെ അസറ്റ് നമ്മൾ കൊടുക്കണേ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് റിസൾട്ടിംഗ് കമ്പനി നമുക്ക് പുതിയ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യണേ. മനസ്സിലായോ? സോ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമുക്കൊരു ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം.
As per section 4760, any transfer or issue of shares by the resulting company in scheme of demerger to the shareholders of the demerged company. Resulting company, shareholders of demerged company ke issue ചെയ്തിട്ടുണ്ടെങ്കിൽ shares issue ചെയ്തിട്ടുണ്ടെങ്കിൽ shall not be treated as transfer if the transfer or issue made in consideration of the demerger of the undertaking. മനസ്സിലായി? That means at the time of demerger, resulting company എന്ത് ഇഷ്യൂ ചെയ്യാണ്? ഡീമേർജേഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൺസിഡറേഷന് പകരമായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു കാരണവശാലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട? ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കുകയും വേണം. പക്ഷേ in case of demerger, the existing shareholders of the demerged company will now hold shares in resulting company and shares in demerged company. അല്ലേ? ഇപ്പൊ അവർക്ക് രണ്ടെണ്ണം ഉണ്ട് അവരുടെ കയ്യിൽ. ഏതൊക്കെയാ? ഈ പറയുന്ന ഷെയർസ് ഇൻ റിസൾട്ടിംഗ് കമ്പനിയും കിടപ്പുണ്ട്, ഷെയർസ് ഇൻ ഡീമേർജേഡ് കമ്പനിയും കിടപ്പുണ്ട്. മനസ്സിലായി? ഇവിടെ ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഇതിനൊരിക്കലും ട്രാൻസ്ഫർ അല്ല, പക്ഷേ ഇവരുടെ കൈവശമുള്ള ഈ ഷെയർ ഭാവിയിൽ സെയിൽ ചെയ്താലോ? വേണ്ടേ? അതായത് നോക്കി, റിസൾട്ടിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ബി സി ലിമിറ്റഡിന്റെ ഷെയർസ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട്, എ ലിമിറ്റഡിന്റെ ഷെയർസ് നിങ്ങളുടെ കയ്യിലുണ്ട്, ആണല്ലോ. എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഡീമേർജേഡ് കമ്പനി ആയിരുന്നു. സോ ആ ഡീമേർജേഡ് കമ്പനിയുടെ ഷെയർസ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഈ പറയുന്ന ബി സി എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആക്ച്വലി പർച്ചേസ് ചെയ്തത് ഏതിൻ്റെയാ? എ ബിയുടെ ഷെയറാ. എത്ര രൂപയ്ക്ക്? 20 രൂപയ്ക്ക്. മനസ്സിലായി? ഡീമർജറിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സ്പ്ലിറ്റ് ആയത്. സോ ഇവിടെ ഭാവിയിൽ നിങ്ങൾ ഇത് സെയിൽ ചെയ്യുന്ന നേരത്ത് എന്ത് ചെയ്യും? ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണേ. ദാറ്റ് മീൻസ് സെക്ഷൻ 49 2C-യും 2D-യും. മനസ്സിലായോ? സെക്ഷൻ 49 2C-യും സെക്ഷൻ 49 2D-യും പറയണേ. അതിനകത്ത് രണ്ടാമത്തെ നമുക്ക് ആദ്യം പറയാം, 2D. ദാറ്റ് മീൻസ് the cost of acquisition of the original shares held by the shareholders in the demerged company shall be deemed to have been reduced by the amount so arrived at under section 49 2C. അതായത് എത്ര രൂപയ്ക്കാണോ നിങ്ങൾ ഡീമർജേഡ് കമ്പനിയുടെ വാങ്ങിച്ചത്, 20 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, മൈനസ് സെക്ഷൻ 49 2C പ്രകാരമുള്ള എമൗണ്ട്. സെക്ഷൻ 49 2C പ്രകാരമുള്ള എമൗണ്ട്. സെക്ഷൻ 49 2C എന്ന് പറയുന്നത് എന്താ? റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ. സോ ഫസ്റ്റ് വൺ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏത് തന്നെയാണ്? റിസൾട്ടിംഗ് കമ്പനിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കോ. കോസ്റ്റ് ഓഫ് ഷെയർസ് resulting company, that means section 49 2C. Cost of acquisition of original shares, okay, into net book value of asset transferred to the resulting company divided by net worth of the company immediately before the demerger. മനസ്സിലായോ? സോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടിംഗ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. വേണ്ടേ? അതായത് ഇപ്പൊ രണ്ട് കമ്പനിയുടെ ഷെയർസ് നിങ്ങളുണ്ട്. നാളെ നിങ്ങൾ ഇത് സെയിൽ ചെയ്യുന്ന നേരത്ത് സെയിൽ പ്രൈസിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണം. അവിടെ ഡീമർജേഡ് കമ്പനിയുടെ ഷെയർസ് ആണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ നമ്മളോട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഏതിൻ്റെയാ? ഡീമർജേഡ് കമ്പനിയുടെ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് സെക്ഷൻ 49 2C പ്രകാരം കിട്ടുന്ന എമൗണ്ട് അല്ലേ? സോ റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർസ് ആണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൻ 49 2C പ്രകാരമുള്ള എമൗണ്ട് എത്രയാണെന്ന് അറിയണം. അതിന് നോക്കി, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഒറിജിനൽ ഷെയർസ് എത്ര രൂപയാ? 20 രൂപയാണ്. ഇൻറ്റു നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ടു ദ റിസൾട്ടിംഗ് കമ്പനി. എത്രയാണോ നമ്മൾ ബുക്ക് വാല്യൂ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അത്, മനസ്സിലായോ? ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ഓഫ് ദ കമ്പനി ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഡീമർജർ. അതായത് പഴയ കമ്പനിയുടെ ടോട്ടൽ നെറ്റ് വർത്ത്. അവിടെ നെറ്റ് വർത്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ജനറൽ റിസർവ് ആസ് പെർ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ ഡീമർജഡ് കമ്പനി ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഡീമർജർ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഒരിക്കൽ കൂടെ റിസൾട്ടിംഗ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഷെയർസ് ആണ് നമ്മൾ കണ്ടുപിടിക്കണേ. അതിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഒറിജിനൽ ഷെയർസ് 20 ഇൻറ്റു നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ടു ദ റിസൾട്ടിംഗ് കമ്പനി. എത്രയാണ് ബുക്ക് വാല്യൂ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അത്രയും, ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ഓഫ് ദ കമ്പനി ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഡീമർജർ. അവിടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്താ? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ജനറൽ റിസർവ്. ഇനി ഡീമർജേഡ് കമ്പനിയുടെ നോക്കി, 49 2D പ്രകാരം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ ഒറിജിനൽ ഷെയർസ് 20 ലെസ് കോസ്റ്റ് ഓഫ് ഷെയർസ് ഓഫ് ദ റിസൾട്ടിംഗ് കമ്പനി ഏതാ? 49 2C പ്രകാരമുള്ള എമൗണ്ട് മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഷെയർസ് ഇൻ ഡീമർജേഡ് കമ്പനി കിട്ടും. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് നാച്ചർ ഓഫ് അസറ്റ്സ്. അത് റിസൾട്ടിംഗ് കമ്പനി ആണെങ്കിലും ശരി, ഡീമർജേഡ് കമ്പനി ആണെങ്കിലും ശരി. അതായത് എ ബി ലിമിറ്റഡിന്റെയും ബി സി ലിമിറ്റഡിന്റെയും ഷെയർസ് നിങ്ങൾ വിൽക്കുന്ന നേരത്ത് അവിടെ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്ന് അറിയണം. വേണ്ടേ?
അത് നോക്കി. ടു ഫൈൻഡ് ദ ഷെയർസ് ഇൻ ദ റിസൾട്ടിംഗ് കമ്പനി ആർ ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്സ്. ദ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ഷാൽ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ ഒറിജിനൽ ഷെയർസ് ഇൻ ദ ഡീമേർജഡ് കമ്പനി ബിഫോർ ഡീമേർജർ. അവിടെ നിങ്ങൾ റിസൾട്ടിംഗ് കമ്പനിയുടെ ആണ് സെയിൽ ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഡീമേർജേഡ് കമ്പനിയുടെ ആണ് സെയിൽ ചെയ്യുന്നതെങ്കിലും സിറ്റുവേഷൻ മനസ്സിലായോ? റിസൾട്ടിംഗ് കമ്പനിയുടെ ആണെങ്കിലും ഡീമർജേഡ് കമ്പനി ആണെങ്കിലും ആ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ എവിടെ നിന്ന് എടുക്കണം? ഡീമർജേഡ് 20 രൂപയ്ക്ക് നിങ്ങൾ എന്നാണോ ഷെയർ വാങ്ങിച്ചത് അന്ന് തൊട്ടുള്ള ടൈം തന്നെ നോക്കണം. മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ് ഫോർ ദ പർപ്പസ്. റിസൾട്ടിംഗ് കമ്പനി ആണെങ്കിൽ എവിടെ തൊട്ടായിരിക്കും? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഷാൽ ബി അവൈലബിൾ ഫ്രം ദ ഇയർ ഇൻ വിത്ത് ദ ഷെയർസ് ഇൻ ദ റിസൾട്ടിംഗ് കമ്പനി വർ അക്യൂർഡ് ബൈ ദ അസസി. എപ്പോഴാണ് ഡീമർജർ സംഭവിച്ചത്? അപ്പോൾ തൊട്ട്. ഇനി ഡീമർജേഡ് കമ്പനി ആണെങ്കിലോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഷാൽ ബി അവൈലബിൾ ഫ്രം ദ ഇയർ ഇൻ വിച്ച് ദ ഒറിജിനൽ ഷെയർസ് ഓഫ് ദ ഡീമർജേഡ് കമ്പനി വർ അക്യൂർഡ്. അമാൽഗമേഷനകത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എവിടുന്നേ കിട്ടുള്ളൂ? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എപ്പോൾ തൊട്ടേ കിട്ടുള്ളൂ? റിസൾട്ടിംഗ് കമ്പനി ആണെങ്കിൽ എപ്പോഴാണോ ഡീമർജർ സംഭവിച്ചത് അപ്പോൾ. ഡീമർജേഡ് കമ്പനി ആണെങ്കിലോ എന്നാണോ ഇത് 20 രൂപയ്ക്ക് വാങ്ങിച്ചത് അപ്പോൾ. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഡീമർജർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കണ്ടീഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഈ ഓരോ കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ആദ്യത്തെ കേസാണ് പറഞ്ഞത്. ഏതാ? ഡീമർജർ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഡീമർജേഡ് കമ്പനി. അവിടെ പറഞ്ഞത് റിസൾട്ടിംഗ് കമ്പനി കൺസിഡറേഷന് വേണ്ടി കൊടുക്കുന്ന ഷെയർസിനെ നമുക്ക് ഒരിക്കലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഭാവിയിൽ അത് സെയിൽ ചെയ്യുന്ന നേരത്ത് ഈ പറയുന്ന 49 2Cയും 2Dയും അപ്ലിക്കബിൾ ആണ്. മനസ്സിലായി? നമുക്കൊരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോബ്ലത്തിനകത്ത് നമുക്ക് മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലം തന്നെ നോക്കാം. ഡോണ പർച്ചേസസ് 600 ഇക്വിറ്റി ഷെയർസ്. 600 ഇക്വിറ്റി ഷെയർസ് ആണ് ഡോണ പർച്ചേസ് ചെയ്യണേ ഓഫ് XY പ്രൈവറ്റ് ലിമിറ്റഡ് ഓൺ 1/4/2019 അറ്റ് ദ റേറ്റ് ഓഫ് 150 ഈച്ച്. മനസ്സിലായി? 600 ഷെയർസ് ആണ്. ഒരു ഷെയർ 150 രൂപയ്ക്കാണ് വാങ്ങിക്കണേ. ഓൺ 31st December 2019 XY Private Limited is demerged in the scheme of demerger. Division Y was to be transferred to Y Private Limited. അതായത് നോക്കി, ഈ Y മാത്രമായിട്ട് എന്തായി? Y Private Limited ആയി. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കി. ഷെയർസ് 6 ലക്ഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനറൽ റിസർവ് 4 ലക്ഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നോക്കി, നമ്മൾ എവിടെയോ കേട്ടായിരുന്നു അല്ലേ? നെറ്റ് വർത്ത് എന്ന് പറയുന്ന സാധനം ഏതാ? 49 2C പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ ചേർന്ന? ജനറൽ റിസർവും പെയ്ഡ് അപ്പ് ക്യാപിറ്റലും. സോ ഇവിടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര വരും? 10 ലക്ഷം രൂപ നമ്മുടെ നെറ്റ് വർത്താണ്. ഇനി എന്തൊക്കെയാ പറഞ്ഞിരിക്കണത് നോക്കി. ജനറൽ ലോൺ പറഞ്ഞിട്ടുണ്ട് 2 ലക്ഷം. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു ജനറൽ ലോൺ ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? അസറ്റ് ട്രാൻസ്ഫർ എത്രയാണ് ഡിവൈഡ് ബൈ ടോട്ടൽ അല്ലെ? ഇവിടെ അസറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്ന് നോക്കാം. എത്രയാ? വൈയുടെ ടോട്ടൽ അസറ്റ് എത്ര വരും? 2,50,000 പ്ലസ് 1 lakh പ്ലസ് 2,30,000 പ്ലസ് 45,000 പ്ലസ് 75,000. അതായത് വൈയുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എത്ര വരും? 7 ലക്ഷം രൂപ വരും. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായോ? നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു ഒരു ജനറൽ ലോൺ ആണെങ്കിൽ അതിന് ഈ അസറ്റിന്റെ വാല്യൂല് ആർക്കൊക്കെ വീതിച്ചു കൊടുക്കണം? റിസൾട്ടിംഗ് കമ്പനിക്കും ഡീമർജേഡ് കമ്പനിക്കും വീതിച്ചു കൊടുക്കണം. സോ ഇവിടെ നോക്കി, വൈയുടെ ടോട്ടൽ അസറ്റ് 7 ലക്ഷം, വൈയുടെ അസറ്റ് 7 ലക്ഷം, ടോട്ടൽ അസറ്റ് 14 ലക്ഷം. സോ ഇവിടെ നോക്ക്, നമ്മുടെ ജനറൽ ലോൺ എന്ന് പറയുന്നത് 2 ലക്ഷം. സോ 1 ലക്ഷം രൂപ എക്സിനും 1 ലക്ഷം രൂപ വൈക്കും നമുക്ക് വീതിച്ചു കൊടുക്കാം. ബാക്കിയുള്ള 2 ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് ലോൺ സ്പെസിഫിക് ആണ്. വൈക്ക് വേണ്ടി മാത്രം ക്രെഡിറ്റേഴ്സ് 40,000 പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് മനസ്സിലായോ? ഇനി വൈ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ കൺസിഡറേഷൻ ഓഫ് ദ സ്കീം ഓഫ് ഡീമർജർ ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച്. വൈ ഡീമർജറിന്റെ സമയത്ത് ഒരു ഷെയറിന് എത്ര രൂപ വെച്ചിട്ടാണ് പഴയ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? ഒരു ഷെയറിന് 100 രൂപ വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. Of XY Private Limited on proportionate basis. You are required to compute the number of shares of P Limited received by Donna and cost thereof. അതായത് ഡോണ എത്ര ഷെയർ ആണ് അല്ലെങ്കിൽ ഡോണയ്ക്ക് എത്ര ഷെയർ ആണ് കിട്ടാൻ പോണേ എന്ന് നോക്കണം. സോ നിലവിൽ ഡോണയുടെ റേഷ്യോ എത്രയാണെന്ന് നോക്കി. ടോട്ടൽ XY പ്രൈവറ്റ് ലിമിറ്റഡിനകത്ത് 6,000 ഷെയർസ് ആണുള്ളത് അല്ലെ? 6,000 ഷെയർസ് ആണ് XY പ്രൈവറ്റ് ലിമിറ്റഡിനകത്ത് ഉള്ളത്. ഇതിനകത്ത് 10% ആരുടെയാണ്? ഡോണയുടെയാണ്. കാരണം ഡോണ പർച്ചേസ് ചെയ്തിരിക്കുന്ന എത്ര ഷെയറാണ്? 600 ഇക്വിറ്റി ഷെയർസ് ആണ്. സോ പുതിയ കമ്പനി എത്ര ഷെയർ ആണോ തരുന്നത് അതിന്റെ 10% ആർക്കുള്ളതായിരിക്കും? ഡോണയ്ക്കായിരിക്കും. അതിന്റെ കോസ്റ്റും കണ്ടുപിടിക്കാം. നോക്കി, നെറ്റ് അസറ്റ് ടേക്കൺ ഓവർ കണ്ടുപിടിക്കണം. നോക്കൂ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ ഷെയർസ് ഹെൽഡ് ബൈ ഡോണ ഇൻ XY പ്രൈവറ്റ് ലിമിറ്റഡ് ആഫ്റ്റർ ഡീമർജർ. ദാറ്റ് മീൻസ് 49 2Cയും കണ്ടുപിടിക്കണം, 49 2Dയും കണ്ടുപിടിക്കണം. കൂടാതെ നോക്കി, ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കണം. എങ്ങനെയാ? 200 ഷെയർസ് ഓഫ് XY പ്രൈവറ്റ് ലിമിറ്റഡ്. ദാറ്റ് മീൻസ് ഡീമർജേഡ് കമ്പനിയുടെ
ഡിമേർജേർഡ് കമ്പനിയുടെ ഷെയർ നമ്മൾ 125 രൂപയ്ക്ക് വിറ്റു, റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ 100 ഷെയർ നമ്മൾ 110 രൂപയ്ക്ക് വിറ്റു. എല്ലാ ഷെയറും വിറ്റു എന്നല്ല പറയണേ, ഡിമേർജേർഡ് കമ്പനിയുടെ 200 ഷെയറും റിസൾട്ടിംഗ് കമ്പനിയുടെ 100 ഷെയർസും നമ്മൾ വിറ്റു. എത്രയൊക്കെ രൂപയ്ക്കാണ്? 125 രൂപയ്ക്ക് 110 രൂപയ്ക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ക്യാപിറ്റൽ ഗെയിൻ വരും നോക്കാം. സോ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നെറ്റ് അസറ്റ് ടേക്കൺ ഓവർ എത്ര വരും? 7 ലക്ഷം രൂപയാണ് ടോട്ടൽ അസറ്റ് ടേക്കൺ ഓവർ. ലെസ് ലൈബിലിറ്റി വേണ്ടേ? സ്പെസിഫിക് ലൈബിലിറ്റി 75,000 40,000 വരും. ഒരു ജനറൽ ലൈബിലിറ്റി ഉണ്ട് 2 lakh. ആ 2 lakhനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം 7 lakh ഡിവൈഡ് ബൈ 14 lakh എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്താൽ. സോ എത്ര വരും? 1 lakh വരും. സോ മൈനസ് ചെയ്യുന്ന നേരത്ത് 7 lakh ആണ് ടോട്ടൽ അസറ്റ്സ്. ഓക്കെ, ടോട്ടൽ ലൈബിലിറ്റി മൈനസ് ചെയ്യാം. സോ നമുക്ക് നെറ്റ് വർത്ത് അല്ലെങ്കിൽ നെറ്റ് അസറ്റ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ട് എത്ര വരും? 4,85,000 രൂപയുടെ നെറ്റ് അസറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെ അല്ലെങ്കിൽ റിസൾട്ടിംഗ് കമ്പനി 100 രൂപയുടെ ഷെയർ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ എത്ര ഷെയർസ് ഉണ്ടാവും എന്ന് നോക്കാം. നോക്കേ, നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ബി പ്രൈവറ്റ് ലിമിറ്റഡ് 4,850. കാരണം എന്താ? എത്ര രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത്? 4,85,000 രൂപയാണ് കിട്ടാനുള്ളത്. ഒരു ഷെയർ എത്ര രൂപയ്ക്കാണ് വിൽക്കണേ? 100 രൂപയ്ക്കാണ് വിൽക്കണേ. സോ 4,850 ഷെയർ വരും. ഇതിനകത്ത് ഡോണയ്ക്ക് എത്ര കിട്ടും? 6,000 ഷെയർ ഉണ്ടായിരുന്ന സമയത്ത് ഡോണ 10% അല്ലേ? 10%. ദാറ്റ് മീൻസ് 600 ഷെയർസ് ആയിരുന്നു ഡോണയുടെ കയ്യിലുണ്ടായിരുന്നത്. സോ അതേ തന്നെയാണ് ഇവിടെയും വരും. 4,850 ഷെയർ, അതിന്റെ 10% 485 ഷെയർ ആർക്ക് കിട്ടും? ഡോണയ്ക്ക് കിട്ടും. ചെയ്ത കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 49 2Cയും 2Dയും കണ്ടുപിടിക്കണം. അതിന് ആദ്യം ഡോണ എത്ര ഷെയറാണ് വാങ്ങിക്കണേ? 600 ഷെയർ ആണ് ഡോണ വാങ്ങിക്കണേ അല്ലെ? ഒരു ഷെയറിന് എത്ര രൂപ വെച്ചിട്ടാ? 150 രൂപ വെച്ചിട്ടാണ് വാങ്ങിക്കണേ. മനസ്സിലായല്ലോ? സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഒരു ഷെയർ 150 രൂപ വെച്ചിട്ടാണ് ഡോണ വാങ്ങിക്കണേ. ഇൻറ്റു നെറ്റ് അസറ്റ് ട്രാൻസ്ഫേർഡ്. എത്ര രൂപയുടെ നെറ്റ് അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്യണേ? 4,85,000 രൂപയുടെ അസറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യണേ അല്ലെ? ഡിവൈഡഡ് ബൈ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നെറ്റ് വർത്ത്. അസറ്റ് ട്രാൻസ്ഫേർഡ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. സെക്ഷൻ 49 2C പ്രകാരം നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേ? എന്താ? എത്ര രൂപയ്ക്കാണോ? ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് ഷെയർസ് ഓഫ് ഡിമേർജേർഡ് കമ്പനി ഇൻറ്റു നെറ്റ് അസറ്റ് ട്രാൻസ്ഫേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നെറ്റ് വർത്ത്. ടോട്ടൽ നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ 6 lakh വരും, പ്ലസ് ജനറൽ റിസർവ് ആയിട്ട് 4 lakh വരും. മനസ്സിലായി? ചെയ്യുന്ന നേരത്ത് നോക്കി നമുക്ക് എത്ര പറഞ്ഞേ? 43,650 രൂപയാണ് പറഞ്ഞത്. ഏത് കമ്പനിയുടെ? റിസൾട്ടിംഗ് കമ്പനിയുടെ. അങ്ങനെയാണെങ്കിൽ ഡിമേർജേർഡ് കമ്പനിയുടെ സെക്ഷൻ 49 2D പ്രകാരം റിസൾട്ടിംഗ് കമ്പനിയുടെ എത്ര വരും? ഡിമേർജേർഡ് കമ്പനിയുടെ എത്ര വരും? 90,000 മൈനസ് 43,650 അല്ലേ? റിസൾട്ടിംഗ് കമ്പനിയുടെ 43,650. അങ്ങനെയാണെങ്കിൽ ഏതിൻ്റെയാ? നമ്മുടെ ഡിമേർജേർഡ് കമ്പനിയുടെ എത്ര വരും? ആക്ച്വൽ കോസ്റ്റ് 90,000 ആണ്. 90,000 മൈനസ് 43,650 വരും. ചെയ്ത കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എത്ര ഷെയർസാണ് കിട്ടിയേ? റിസൾട്ടിംഗ് കമ്പനിക്ക് 485 ഷെയർ ആണ് കിട്ടിയത്. ഡോണയ്ക്ക് 4,850 ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത്. അതിന്റെ 10% 485 ഷെയർ ആണ് കിട്ടിയത്. ആ കിട്ടിയതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 43,650 രൂപ വരും. ഡിമേർജേർഡ് കമ്പനിയുടെ എത്ര ഷെയർ ആണുള്ളത്? 600 ഷെയർ ആണ് ഉള്ളത്. ആ 600 ഷെയറിന്റെ വാല്യൂ എത്ര വരും? 43,650 രൂപ വരും. ഇനി നമുക്ക് ഏതും കൂടെ കണ്ടുപിടിക്കണം. ഇത് രണ്ടും സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിനും കൂടെ കണ്ടുപിടിക്കണം. നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ? ദാറ്റ് മീൻസ് ഡിമേർജേർഡ് കമ്പനിയുടെ ഷെയർ 125 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അതായത് 200 ഷെയർ 125 രൂപയ്ക്ക് വിറ്റു, 25,000 രൂപ സെയിൽ പ്രൈസ് വരും. റിസൾട്ടിംഗ് കമ്പനിയുടെയോ 100 ഷെയർ ആണ് വിറ്റത്, 110 രൂപയ്ക്കാണ് വിറ്റത്. സോ അത്രയും വരും. ഇനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കണം വേണ്ടേ? നോക്കി ആദ്യം റിസൾട്ടിംഗ് കമ്പനിയുടെ അല്ലെങ്കിൽ ഡിമേർജേർഡ് കമ്പനിയുടെ ആദ്യം പറയാം. എങ്ങനെയാ? 46,350 രൂപയാണ് ഇപ്പോഴത്തെ അതിന്റെ വാല്യൂ അല്ലേ? 90,000 മൈനസ് 43,650. സോ 46,350 രൂപയാണ് ഇപ്പൊ അതിന്റെ വാല്യൂ. എത്ര ഷെയർ ഉണ്ട്? 600 ഷെയർ ഉണ്ട്. ഡിമേർജേർഡ് കമ്പനിയുടെ 600 ഷെയറിന്റെ വാല്യൂ ആണ് 46,350. അതിനകത്ത് എത്ര ഷെയർ മാത്രമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? 200 ഷെയർ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ 46,350 ഇൻറ്റു 200 ഡിവൈഡ് ബൈ 600 എത്ര വരും? 15,450 രൂപ വരും. മൈനസ് ചെയ്യുന്ന നേരത്ത് 9,550 രൂപ നമുക്ക് എന്തായിട്ട് കിട്ടും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കിട്ടും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇതിനെ 43,650 രൂപയാണ് വാല്യൂ ഇൻറ്റു 485 ഷെയറിൽ 100 ഷെയറാണ് ട്രാൻസ്ഫർ ചെയ്യണേ, 9,000 വരും. സോ ബാലൻസ് 2,000 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരും. മനസ്സിലായി? ചെയ്ത് നോക്കുക, പെട്ടെന്ന് തന്നെ കിട്ടും. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള രണ്ടെണ്ണത്തിനെ കുറിച്ചും പഠിക്കാം. ഓക്കെ, ബൈ.